രാജാവ് വിളിപ്പിച്ചത്? ഒരു പിടിയുമില്ല ഡീമു. ഉടനെ കൊട്ടാരത്തിൽ ഹാജരാവാൻ പോലീസ് മന്ത്രി KK ഷിക്ക് നമ്മളോട് നേരിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഓഹോ, എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മെ അഭിനന്ദിക്കാനായിരിക്കണം രാജാവ് വിളിപ്പിച്ചത്. അഭിനന്ദിക്കാനാണോ? അതെ, കിണ്ണാകൃതിക്കാട്ടിലെ ഉണ്ണി വൈദ്യരെ നമ്മൾ കിഡ്നാപ്പറുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചല്ലോ. അതറിഞ്ഞ രാജാവ് വളരെ സന്തുഷ്ടനാണെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ഒരുപക്ഷെ നമ്മെ അഭിനന്ദിക്കാനായിരിക്കും രാജാവ് വിളിപ്പിച്ചത്. അഭിനന്ദിക്കാനാണോ? ഉണ്ണി വൈദ്യരെ രക്ഷിച്ചതിന് രാജാവിനെന്തിനാ ഇത്ര സന്തോഷം? അദ്ദേഹം കൊട്ടാരം വൈദ്യനൊന്നുമല്ലല്ലോ. ഉണ്ണി വൈദ്യരുടെ കാര്യത്തിൽ രാജാവിനെന്തോ പ്രത്യേക താല്പര്യമുണ്ട്. മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് എനിക്കത് മനസ്സിലായിരുന്നു. ഹായ്, എങ്കിൽ നമുക്ക് വല്ല പാരിതോഷികവും കിട്ടുമായിരിക്കും. അതും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റെടുക്കുന്ന കേസുകൾ ഇത്ര വേഗത്തിൽ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തുന്ന ഒരു ഡിറ്റക്റ്റീവ് ഇന്ന് ഈ കാട്ടിൽ വേറെ ആരാ ഉള്ളത്? നമ്മുടെ ജീപ്പ് നിന്നു പോയതാണോ? അല്ല, ഞാൻ നിർത്തിയതാണ്. എന്തേ ചോദിച്ചത്? അല്ല, ചുമ്മാ തള്ളുന്നത് കൊണ്ട് ചോദിച്ചതാ. ആരാണ് നിങ്ങൾ? ലീമു, പറഞ്ഞു കൊടുക്ക്. സർ, ഇത് പ്രശസ്ത കുറ്റാന്വേഷകൻ ടൈഗർ. കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. സർ, ഇദ്ദേഹം വലിയ ഫേമസ് ആയിട്ടുള്ള ആളാണ്. എന്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം. ആട്ടെ, നിങ്ങൾ എന്തിനിവിടെ വന്നു? രാജാവ് വിളിപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. രാജാവ് വിളിപ്പിച്ചിട്ടോ? അധികം സംസാരിക്കാൻ നേരമില്ല. കോട്ടവാതിൽ തുറക്കൂ. അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും കോട്ടവാതിൽ തുറന്നു കൊടുക്കാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അകത്ത് കയറി രാജാവിനെ കാണണമെങ്കിൽ എൻട്രി കോഡ് പറയണം. അതുണ്ടോ കയ്യിൽ? എന്തുറപ്പിലാണ് ഞങ്ങൾ നിങ്ങളെ കയറ്റിവിടുക? എൻട്രി കോഡും എക്സിറ്റ് കോഡും പറഞ്ഞാൽ മാത്രമേ ഇതുവഴി പോകാൻ കഴിയൂ. എന്തിന്? രാജാവ് പോലും അങ്ങനെയാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ദയവായി ഞങ്ങൾ പറയുന്നൊന്നും മനസ്സിലാക്കൂ. ക്ഷമിക്കണം, സെക്യൂരിറ്റി കുറച്ച് സ്ട്രിക്റ്റ് ആണ്. എൻട്രി കോഡൊന്നും ഞങ്ങൾക്കറിയില്ല. മന്ത്രിയാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞത്. ഏത് മന്ത്രി? പോലീസ് മന്ത്രി KK ഷിക്കി. ഷടാ, ആ ഷിക്കി സാറിനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഒരു കാര്യവുമില്ലാതെയാണ് ഓരോരുത്തരെ അദ്ദേഹം കൊട്ടാരത്തിനകത്തേക്ക് വിളിച്ചോണ്ട് വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എൻട്രി കോഡ് പറയാതെ ഞങ്ങൾ ആരെയും കടത്തിവിടില്ല. ദയവായി നിങ്ങൾ ആ ഷിക്കി സാറിനെ ഇങ്ങോട്ട് വിളിച്ചൊന്ന് ചോദിക്ക്. അപ്പോൾ അറിയാലോ സത്യം. ആ കൊള്ളാം. ഞങ്ങളെ പേടിച്ച് ആ മന്ത്രി ഇതുവഴി വരാറേ ഇല്ല. വൈകിട്ട് 6 മണിക്ക് രാജാവ് നായാട്ടിന് പോകുമെന്നാണ് അറിയിച്ചത്. അതിനു മുൻപ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണണം. എൻട്രി കോഡ് പറയാതെ കടത്തിവിടില്ല. അത് അച്ചട്ട. നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. പിറകിലെ മതിലിൽ തുരന്ന് തുരങ്കമുണ്ടാക്കി പോയിക്കോളൂ. ഇതുവഴി എന്തായാലും കയറാമെന്ന് വിചാരിക്കണ്ട. കഴിഞ്ഞ വർഷം അയൽ രാജാവ് ആക്രമിക്കാൻ വന്നപ്പോൾ പോലും ഞങ്ങൾ അദ്ദേഹത്തെ പിന്നാമ്പുറം വഴിയാണ് കടത്തിവിട്ടത്. കാരണം അയാൾക്കും അറിയില്ലായിരുന്നു എൻട്രി കോഡ്.